ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ പുതിയൊരു കറണ്ട് അഫയേഴ്സിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ത്യയുടെ ഗവർണേഴ്സിന്റെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സിന്റെയും ഒക്കെ ലിസ്റ്റ് ഇട്ടിരുന്നു. അതിൽ നമുക്കൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ജമ്മു കാശ്മീരിന് പുതിയൊരു ലഫ്റ്റനന്റ് ഗവർണർ വന്നിരിക്കുന്നു. GC മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ. ഇപ്പോൾ മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ആ നോട്ടിൽ നിങ്ങൾ എഴുതി ചേർക്കുക. ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. നമ്മൾ പഴയത് ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു, GC മുർമു ആയിരുന്നു. ഇനി അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത് മനോജ് സിംഗ് ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ്. ലഫ്റ്റനന്റ് ഗവർണർ ആകുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനാണ് മനോജ് സിൻഹ എന്ന് പറയുന്നത്. അതുപോലെ ജമ്മു കാശ്മീരിന്റെ പഴയ ലഫ്റ്റനന്റ് ഗവർണർ GC മുർമു ആയിരുന്നു, ഗിരീഷ് ചന്ദ്ര മുർമു. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറും GC മുർമു ആയിരുന്നു, ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയുടെ പുതിയ CAG. അപ്പോൾ ഇന്ത്യയുടെ പുതിയ CAG എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് GC മുർമു ആണ് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത്. അപ്പോൾ GC മുർമു നേരത്തെ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി ഇദ്ദേഹത്തിന് മാറ്റം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം 1985 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ 1985 ബാച്ചുകാരനായ ജമ്മു കാശ്മീരിന്റെ പഴയ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന GC മുർമു അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഇന്ത്യയുടെ പഴയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് CAG എന്ന് പറഞ്ഞത് രാജീവ് മെഹർഷിയാണ്. അപ്പോൾ രാജീവ് മെഹർഷിയാണ് പഴയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇന്ത്യയുടെ നിങ്ങൾ പഠിച്ച ചിലപ്പോൾ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് രാജീവ് മെഹർഷി എന്നായിരിക്കും. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പുതിയ ആൾ GC മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു, അദ്ദേഹം എവിടെയായിരുന്നു? ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. 1985 ബാച്ചിലെ IAS കാരനായിരുന്നു. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ചോദ്യം: സെബിയുടെ ചെയർമാനായിട്ട് കാലാവധി ഇപ്പോൾ നീട്ടി കിട്ടിയതാർക്ക്? ഇപ്പൊ സെബിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെബിയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി വീണ്ടും നീട്ടി കിട്ടിയിരിക്കും. അപ്പൊ നിലവിലെ ചെയർമാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നിലവിലെ ചെയർമാൻ നമ്മൾ പഴയ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അജയ് ത്യാഗിയാണ്. അപ്പോൾ ഈ അജയ് ത്യാഗിയുടെ കാലാവധിയാണ് ഇപ്പോൾ 2022 ഫെബ്രുവരി വരെ സെബിയുടെ ചെയർമാനായിട്ട് കാലാവധി നീട്ടിക്കിട്ടിയത് ആർക്കാണ്? അജയ് ത്യാഗി. അപ്പോൾ അദ്ദേഹത്തിന് മാറ്റമില്ല. അത് നിങ്ങൾ ഓർത്ത് പഠിക്കുക. ഇനി എന്താണ് സെബി എന്ന് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. സെബി എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സെബി? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്നത് സെബിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് സെബിയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് 1988 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സെബി സ്ഥാപിതമായതെന്നാണ് 1988. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിച്ചത് എന്നാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ ലഭിച്ചത്? 1992. അപ്പോൾ ഞാൻ പറഞ്ഞു സെബിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാണ് സ്ഥാപിതമായത്? 1988. 1992 സ്റ്റാറ്റ്യൂട്ടറി പവർ സെബിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അജയ് ത്യാഗി. എന്താണ് സെബിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം ഇതാണ്: കുറ്റകൃത്യത്തിനിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരുക്ക് പറ്റിയവർക്കും കേരള സർക്കാരിന്റെ ഒരു സ്വയം തൊഴിൽ പദ്ധതിയുണ്ട്. അത് ഏത് പദ്ധതി എന്നുള്ളതാണ്? ജീവനമാണ്. അപ്പോൾ എന്താണ് ജീവനം പദ്ധതി? കുറ്റകൃത്യത്തിനിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും
പരുക്ക് പറ്റിയവർക്കും കേരള സർക്കാരിൻ്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച്, കേരള പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. അതിലൊരു പ്രത്യേകതയുള്ള ഒരു പദ്ധതിയാണ് ഏതാണ് ജീവനം. എന്താണ്? കുറ്റകൃത്യത്തിനിരയായി മരണപ്പെട്ടവർ, അവരുടെ മരണപ്പെട്ടവരുടെ ആശ്രിതർ, അതുപോലെ തന്നെ പരുക്ക് പറ്റിയവർ, ഇവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് സർക്കാരിന്റെ ജീവനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെ? നമുക്കറിയാം കിസാൻ റെയിലിനെ പറ്റി. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ അല്ലെ. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശീതീകരിച്ച വോഗണുകളുമായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കൃഷി ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ട്രാൻസ്പോർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. കൃഷി ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും വരുന്നതിനും വേണ്ടിയാണ് കിസാൻ റെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ബഡ്ജറ്റിലെ ഒരു ഭാഗമായിരുന്നു കിസാൻ റെയിൽ ആരംഭിക്കുന്നുള്ളത്. അതാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇനി മഹാരാഷ്ട്രയെ പറ്റി പഠിക്കുമ്പോൾ തലസ്ഥാനം മുംബൈയാണ്. അതുപോലെ ഉദ്ധവ് താക്കറെയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഭഗത് സിംഗ് കോശിയാരിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, നമുക്കറിയാം ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നുണ്ട് അല്ലെ. അത് ഏത് നദിക്കരയിൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അയോധ്യയിലെ ഏത് നദിക്കരയിലാണ് ഈ രാമക്ഷേത്രം ഇപ്പോൾ പണിയുന്നത്? സരയൂ നദിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, സരയൂ നദി. അപ്പോൾ സരയൂ നദിക്കരയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഗൂഗിൾ ഇന്ത്യയുടെ ലേണിംഗ് ടൂൾസ് ഫോർ സ്കൂൾസുമായി പാർട്ണർഷിപ്പിലിടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഗൂഗിളിന്റെ മറ്റൊരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേണിംഗ് ടൂൾസ് ഫോർ സ്കൂൾസ് എന്നുള്ള ഇതുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം വന്നിരിക്കുകയാണ് ആദ്യമായിട്ട്. അത് സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്രയെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടി, ചീഫ് മിനിസ്റ്ററും ക്യാപിറ്റലും അതുപോലെ തന്നെ ഗവർണർ, നിലവിലെ ഗവർണറും ഒക്കെ തന്നെ അതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗൂഗിൾസ് ഇന്ത്യയുടെ ലേണിംഗ് ടൂൾസ് ഫോർ സ്കൂൾസുമായി പാർട്ണർഷിപ്പിലിടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 2020 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം അംഗമായി വീരേന്ദ്ര സെവാഗ് എന്ന് പറഞ്ഞു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ. അപ്പോൾ ജസ്റ്റിസ് മുകുന്ദകം ശർമ്മയാണ് 2020 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ആ കമ്മിറ്റിയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുകുന്ദകം ശർമ്മയാണ്. ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഈ ശരിയായിട്ടുള്ള ഉത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, US ഓപ്പന്റെ നിലവിലെ ചാമ്പ്യൻ ആര് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം US ഓപ്പണിൽ നിന്ന് ആ ചാമ്പ്യൻ പിന്മാറുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം കൂടി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് നമ്പർ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ശരിയുത്തരം പോസ്റ്റ് ചെയ്യുന്നവർ ആരും തന്നെ അവരുടെ നമ്പറുകൾ അയച്ചു തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്മാനങ്ങൾക്ക് വേണ്ടി നമ്പർ കൂടി എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.